പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. ഏറെക്കുറൊക്കെ അതിൻ്റെ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും അതിൻ്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പല തരത്തിലുള്ള വാർത്തകളിലൂടെയും റീൽസിലൂടെയും മനസ്സിലാക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകളും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊന്ന് കേട്ടോ നിങ്ങൾ, വളരെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ ചെറിയ മക്കൾ പോലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഈ ചാണകസംഖ്യകളുടെ രാജ്യ തലസ്ഥാനത്ത് കയറിയിരുന്നുകൊണ്ടുള്ള ഓരോരോ കാട്ടിക്കൂട്ടലുകൾക്ക് ജനം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഏതായാലും ജനത്തിന്, ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ബോധം വെക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇതിലൂടെ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ്. ആ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഇതൊന്ന് കേട്ടോ. ഒരിക്കൽ നമ്മളുടെ APJ അബ്ദുൽ കലാം സാറിനോട് ഒരു കുട്ടി ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ? അപ്പൊ APJ അബ്ദുൽ കലാം സാറ് ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തത് വളരെ നല്ലൊരു രീതിയിലാണ്. ഏതൊരു മനുഷ്യനും കൈയടിച്ചു പോകുന്ന അത്ര അടിപൊളി രീതിയിൽ. പുള്ളി പറഞ്ഞു, എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു ക്ലാപ്പ് ചെയ്യൂ, അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 600 മില്യൺ യൂത്ത്, നിങ്ങളാണ് ഇന്ത്യയുടെ ശക്തി. 600 ദശലക്ഷം യൂത്ത്, അതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞു. ഈ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളെയാണ് ജന്തർ മന്ദറിൽ അടിച്ചൊതുക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യക്കാരുടെ ശക്തിനെ അടിച്ചു കെടുത്തണം, എന്ത് കാര്യമുണ്ട്? ഈ ഡൽഹിയിൽ ഇപ്പൊ നടക്കുന്ന സമരം എന്തിനാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പരീക്ഷയിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമരങ്ങളാണ് ജന്തർ മന്ദറിൽ ഇപ്പൊ നടക്കുന്നതെന്ന് നമുക്കറിയാം. അതിനെയാണ് പ്രഗത്ഭരായ ആൾക്കാർ ലൈക്ക് പ്രകാശ് രാജ് സാറ്, സോനം വാങ്ചുങ് ഒക്കെ നിരാഹാര സമരമൊക്കെ കെടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നീറ്റ്, നെറ്റ്, UGC, നെറ്റ്, CBSE എക്സാം, ഇങ്ങനെ 3 സുപ്രധാന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായിട്ടുള്ളത്. UGC നീറ്റില്ലേ, അത് ലീക്കാവുന്നത് ഫസ്റ്റ് ടൈം ഒന്നല്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് ഇത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, രാവെന്നോ പകലൊന്നോ ഇല്ലാതെ ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയ അവരനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ വളരെ കൂടുതൽ ഉണ്ടാവില്ലേ? ഇതുവഴി വരുന്ന 14 കുട്ടികൾ സൂയിസൈഡ് ചെയ്ത് ഇതിന്റെ പേരിൽ എന്തോരം സ്ട്രെസ് അവരനുഭവിച്ചിട്ടുണ്ടാവും. മാത്രല്ല 11 ലക്ഷം കുട്ടികളാണ് തങ്ങളുടെ ആൻസർ പേപ്പർ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് സമരങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പോയിട്ടുള്ളത്. എന്താല്ലേ, അവരെയാണ് പോലീസുകാർ തല്ലി ചതക്കുന്നത്. എന്തിനാണ് നമ്മളുടെ ശക്തിയെ തന്നെ തല്ലി ചതക്കുക? തങ്ങളുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് ജന്തർ മന്ദറിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത്? സമരം ചെയ്യുന്നത്. അതിനാണ് സോനം വാങ്ചുങ് ഒക്കെ നിരാഹാര സമരം കെടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കേവലം ഇതൊരു പരീക്ഷയുടെ പ്രശ്നം മാത്രല്ലട്ടാ, നമ്മളെ പോലെയുള്ള കുട്ടികളുടെ ഭാവിനെ പറ്റിയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരായിട്ട് ഐക്യത്തിൽ ഏർപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അവരെ തല്ലി ചതക്കല്ല വേണ്ടത്, നമ്മൾ യൂത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് യൂത്തിന് അവകാശ പോരാട്ടമാണ്. ഇത് അവരുടെ അവകാശമല്ലേ, അവകാശങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ജയ് ഹിന്ദ്. അപ്പോ ശരി, പിന്നെ കാണാം. മാഷാ അല്ലാ, വളരെ നല്ല രീതിയിൽ കുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ്. ഇതാണ് യഥാർത്ഥ്യം, മനസ്സിലായ? അപ്പോൾ വളരെ എന്താ പറയുക, മാനസികമായിട്ട് അങ്ങോട്ട് ഉൾക്കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. മാഷാ അല്ലാ, അതിനെന്തെങ്കിലും അറിയില്ല മോനെ. നമ്മുടെ രാജ്യത്തെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായി മാറാൻ അവർക്ക് കഴിയട്ടെ. ഇപ്പോഴുള്ള ഈ തട്ടിക്കൂട്ടി കാവൽക്കാരെ മാറ്റി ജനാധിപത്യ ബോധവും രാജ്യത്തിൻ്റെ അവകാശങ്ങളും വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം ഒത്തുപിടിക്കുന്ന ഒരു യുവത നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ. വിദ്യാർത്ഥികളിലൂടെ വളർന്നു വരട്ടെ എന്നുള്ളത് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു നടക്കുന്ന സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും എൻ്റെ വകയും അർപ്പിക്കാൻ നേരുകയാണ്.